അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാനിൽ അള്ളാഹുവിൻ്റെ പ്രീതി കൂടുതൽ കാംക്ഷിക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ. പരമാവധി സുഹൃതങ്ങൾ ചെയ്ത് ആത്മീയപരമായി അടുക്കുവാനും യജമാനനായ റബ്ബിലേക്ക് എത്തിപ്പെടുവാനും എന്തെല്ലാം വഴികളുണ്ട് അതെല്ലാം അന്വേഷിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് റമളാനിൽ വിത്ർ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്ർ നിസ്കാരം റമളാനിൽ മാത്രമല്ല, റമളാൻ എല്ലാത്ത ദിവസങ്ങളിലും വിത്ർ നിസ്കാരങ്ങൾ സുന്നത്തുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരം കൂടിയാണ്. റമളാനിൽ മാത്രമല്ല, റമളാൻ ഇല്ലാത്ത മാസങ്ങളിലും വിത്ർ നിസ്കരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലോ അല്ലാത്ത സമയങ്ങളിലോ 11 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചില്ല എന്നൊരു ഹദീസ് കാണാം. അത് വിത്റിനെ കുറിച്ചാണെന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. വിത്ർ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. നിസ്കാരം ഉണ്ട്, അത് നിർബന്ധമാണ്, വാജിബാണ് എന്നുള്ള ആളുകൾ, ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചുരുങ്ങിയത് 1 നിസ്കരിക്കുന്നത്. 1 നിസ്കരിച്ചാൽ വിത്ർ നിസ്കാരത്തിൽ നിന്നുള്ള ചോദ്യം ഒഴിവായി. എന്നാൽ അതിനൽ കമാലി സലാസുൻ, പൂർണ്ണതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്താണ്. ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു മട്ടത്തിലാകട്ടെ, പൂർണ്ണതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്താണ്. 1 റക്അത്ത് നിസ്കരിച്ച പേരിന് മാത്രം, അതാ നിസ്കാരത്തിൽ നിന്നുള്ള പൂർണ്ണതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്ത്. വഅക്സറു 11 റക്അത്തൻ, എന്നാൽ പരമാവധി നിസ്കരിക്കാനുള്ള നിസ്കാരം വിത്ർ നിസ്കാരം അത് 11 റക്അത്താണ്. എത്ര റക്അത്ത് നിസ്കരിച്ചാലും, 11 നിസ്കരിച്ചാലും, 3 നിസ്കരിച്ചാലും, 5 നിസ്കരിച്ചാലും, 7 നിസ്കരിച്ചാലും, 9 നിസ്കരിച്ചാലും ഒക്കെ ഇതിൽ ലാസ്റ്റത്തെ 1 റക്അത്ത് സെപ്പറേറ്റ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അതിനാണ് ഔത്സാർ, വിത്റായി ഒറ്റയായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. 2 റക്അത്ത് ആദ്യം നിസ്കരിക്കുക, പിന്നെ 1 നിസ്കരിക്കുക. അല്ലെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കുന്നവർ 2+1 ഇങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഈ നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ എന്ന സൂറത്ത് ഓതൽ, സൂറത്തുൽ അഅല ഓതൽ സുന്നത്താണ്. വളരെ ചെറിയ സൂറത്താണ്. ജുമുഅയിൽ നമ്മളെല്ലാ ഇമാമിങ്ങൾ ഓതുന്നത് എല്ലാവരും കേട്ടതാണ്. അതുപോലെ തന്നെ സബ്ബിഹിസ്മ ഓതാ. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതാം. 3ാമത്തെ റക്അത്തിൽ അഥവാ അവസാന റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനും ഓതുക. സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇതൊക്കെ ഓതുക. വിത്ർ നിസ്കരിക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിസ്കാരശേഷം പറയിൽ സുന്നത്തുള്ളൊരു വാചകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും പറയാം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ശേഷം അള്ളാഹുവിനോട് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وبك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك എന്നൊരു പ്രാർത്ഥന നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് ഈ നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹ് വരെയുള്ള സമയമാണ്. രാത്രിയിൽ അവസാനത്തേക്കാക്കൽ ഏറ്റവും സുന്നത്താണ്. റമളാനിൽ ഇത് വിത്റിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നതുമാണ്. റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കുന്നത് പുണ്യമുള്ളതല്ല, ജമാഅത്ത് സുന്നത്തുമില്ല. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.